മലയാളികൾ ഒരിക്കലും പിരിയരുത് എന്ന് ആഗ്രഹിച്ച രണ്ടുപേരാണ് പ്രിയദർശനും ലിസിയും. അതിനൊരു മാറ്റവുമില്ല. പ്രിയദർശനോടും ലിസിയോടും വളരെയധികം സ്നേഹമാണ് പ്രേക്ഷകർ എപ്പോഴും പുലർത്തിയിരുന്നത്. ഇവർ വീണ്ടും ഒരുമിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മലയാളികൾ തന്നെയായിരിക്കും. അവരുടെ പ്രിയപ്പെട്ട സംവിധായകനും ആ സംവിധായകനിലൂടെ പിറന്ന നായികയും. ഇതാണ് മലയാളികൾക്ക് ലിസിയും പ്രിയദർശനും. എന്നാൽ ലിസിയുടെയും പ്രിയദർശൻ്റെയും വളരെ നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധം തകരാനുള്ള കാരണം താൻ തന്നെയാണെന്ന് പ്രിയദർശൻ സമ്മതിച്ചെത്തുന്ന വീഡിയോ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ലിസിയും പ്രിയദർശനും ഒരുമിച്ചെത്തി സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അതിൽ ശരിക്കും പറഞ്ഞാൽ പ്രിയദർശൻ്റെ ഒരു വാശിയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പ്രിയദർശൻ പറയുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. എല്ലാവരും പ്രിയദർശനും ലിസിക്കും പിന്തുണ തന്നെയാണ് നൽകുന്നത്. തിരക്കേറിയ ഷൂട്ടിങ്ങൾക്ക് ശേഷം വീട്ടിലെത്തുമ്പോഴും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പ്രിയദർശൻ കഴിഞ്ഞിരുന്നുവെന്ന് ലിസി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ നീണ്ടുനിന്ന അവഗണനകളും തനിച്ചായുള്ള ജീവിതവുമായാണ് ഒടുവിൽ വലിയ അകൽച്ചയിലേക്കും വേർപിരിയലിലേക്കും പോകുന്നത്. പ്രിയദർശന് പലപ്പോഴും തിരക്കുകൾ കാരണം വീട്ടിലേക്ക് എത്താനോ കുട്ടികളോടോ എന്നോടൊപ്പോ സമയം ചിലവഴിക്കാനോ സാധിക്കാതെ പോയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങളുടെ ഇടയിലെ ഗ്യാപ്പ് വർദ്ധിപ്പിച്ചു. അതൊക്കെ പ്രിയദർശൻ സംസാരിക്കാനും തയ്യാറായിരുന്നില്ല. കുറച്ചധികം വാശിയുള്ളൊരു കൂട്ടത്തിൽ തന്നെയായിരുന്നു. ആ വാശി അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോഴത് അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. വേർപിരിഞ്ഞതിന് ശേഷമുള്ള കാലം തനിക്ക് ലിസിയുടെ സാന്നിധ്യത്തിൻ്റെ വില ബോധ്യപ്പെട്ടു എന്നാണ് പ്രിയദർശൻ പറയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വേർപിരിയണമോ എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നാൽ വേർപിരിയണമെന്ന് നമ്മൾ പറഞ്ഞപ്പോഴും പലരും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ എന്നെ വളരെയധികം തന്നെ ഉലർത്തി. ലിസി പോയതിനു ശേഷം മാത്രം തെറ്റുകൊണ്ടാണെന്ന് ഞാൻ കരുതി. എൻ്റെ ഈ വാശി തന്നെയാണ് എന്നെ അകറ്റിയത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. വല്ലാത്ത സങ്കടത്തോടെ അന്ന് ഞങ്ങൾ പിരിഞ്ഞു. പല സുഹൃത്തുക്കളും ഒത്തുചേരാൻ ഉപദേശിച്ചിരുന്നുവെങ്കിലും ഇരുവശത്തുമുള്ള വാശികൾ തടസ്സമായി നിന്നുവെന്നാണ് പ്രിയദർശനും പറയുന്നത്. ലിസിയും അത് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇരുവരും ഒരുമിക്കാൻ തീരുമാനിച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ അഭിമുഖത്തിന് ഏറ്റെടുക്കുകയാണ്. തങ്ങൾക്കിടയിലുണ്ടായ കയ്പും മാധുര്യവും നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചും തങ്ങൾക്കിടയിലുണ്ടായ അസ്വാരസ്യങ്ങളെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ ഇരു പങ്കാളികളും മനസ്സ് തുറന്ന് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. അതായത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലിസി ഒരു അഭിമുഖത്തിൽ അതുപോലെ അഡ്വർടൈസ്മെൻറ്റുമായി സംബന്ധിച്ച് സംസാരിക്കുകയും അതുപോലെ അതിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇരുവരും ഒരുമിച്ചൊരു അഭിമുഖത്തിൽ കൂടി എത്തിയപ്പോൾ അത് പ്രേക്ഷകർക്ക് സന്തോഷിക്കാനുള്ള വകയായി മാറി. എല്ലാവരും വളരെയധികം ഏറ്റെടുക്കുന്ന നല്ലൊരു വാർത്തയായി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആരാധകർ തന്നെ ഇത് വളരെയധികം സ്നേഹത്തോടെയാണ് കാണുന്നത്. എല്ലാവരും പ്രിയദർശനോടൊപ്പം ലിസിയോടൊപ്പം സ്നേഹത്തോടെ പെരുമാറുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷത്തെ ദാമ്പത്യം എന്തിനായിരുന്നു പിരിഞ്ഞത് എന്ന് പോലും പലർക്കും തോന്നിയിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയുമായിരുന്നു വിധി എന്ന് തന്നെയാണ് ഇരുവരും വിശ്വസിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.